മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയ്ക്ക് പച്ചില വളങ്ങളും ആവരണ വിളകളും. ഇതേക്കുറിച്ച് വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷ വി എസുമായി ഷിബു ജോർജ് നടത്തുന്ന അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം. ഡോക്ടർ സുഷ, പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം മാഡം, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മണ്ണിൻ്റെ ഫലഭൂഷ്ഠത കൂട്ടാൻ വേണ്ടി എങ്ങനെയാണ് നമ്മുടെ പച്ചില വളങ്ങളും ആവരണ വിളകളും നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ മിക്ക കർഷകർക്കും അറിയാവുന്നതാണ്, എന്നാലും താങ്കളൊന്ന് വിശദീകരിക്കാമോ? ഈ പച്ചില വളങ്ങളെന്ന് പറയുന്ന എന്തൊക്കെയാണ്? പച്ചില വളങ്ങൾ എന്ന് പറയുമ്പോൾ മണ്ണിൽ ചേർത്ത് കൊടുക്കുമ്പോൾ മണ്ണിൽ വളങ്ങളുടെ പ്രയോജനം ലഭിക്കുന്ന വിളകളെയാണ് പച്ചില വളങ്ങൾ അല്ലെങ്കിൽ പച്ചില വിള ചെടികൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പച്ചില വളങ്ങളെല്ലാം തന്നെ പയർ വർഗത്തിൽപ്പെട്ട വിളകൾ ആയതുകൊണ്ട് തന്നെ മണ്ണിൽ അത് വളരെയധികം പോഷകങ്ങൾ പ്രദാനം ചെയ്യും. പ്രത്യേകിച്ച് നമുക്കറിയാം, പയർവർഗ വിളകളെല്ലാം അന്തരീക്ഷത്തിൽ നിന്ന് നൈട്രജനെ സമാഹരിച്ച് ചെടികളിൽ നിന്ന് മണ്ണിലേക്ക് കൊടുക്കുന്നവയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വിളകൾ മണ്ണിൽ നമ്മുടെ സംയോജിത കൃഷിയിലെല്ലാം ഒരു പ്രധാന വിഭാഗമായിട്ട് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ മണ്ണിൽ അതിൻ്റെ തന്നെ ഒത്തിരി ഗുണങ്ങൾ നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കും. മാത്രമല്ല, മണ്ണിൻ്റെ ജൈവാംശം വർദ്ധിപ്പിക്കുന്നുണ്ട്. മണ്ണിൽ ഇത് അഴുകി ചേരുമ്പോൾ ഈ സസ്യമൂലകങ്ങളെല്ലാം തന്നെ മണ്ണിലേക്ക് ലയിക്കുന്നു. അപ്പോൾ നമ്മൊരു വിളചംക്രമണത്തിലൊക്കെ ഇത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അടുത്ത വിളകൾക്ക് മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠി മെച്ചപ്പെടുത്തി വളരെയധികം പ്രയോജനം സിദ്ധിക്കുന്നു. ഇതിനെപ്പറ്റി നമുക്ക് ഇനിയും ചർച്ച ചെയ്യാം. പക്ഷെ അതിൻ്റെ മുന്നിൽ നമ്മൾ ആവരണ വിളകളെക്കുറിച്ച് ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇതെങ്ങനെയാണ് വ്യത്യസ്തം? അതെ, ആവരണ വിളകൾ എന്ന് പറയുമ്പോൾ പേര് സൂചിപ്പിക്കുന്നതോ പോലെ തന്നെ ഒരു മണ്ണിനൊരു ആവരണമാണ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ മണ്ണിന് ആവരണം സൃഷ്ടിക്കുമ്പോൾ പ്രധാനമായിട്ട് അതിൻ്റെ പ്രയോജനങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നാമത് കള നിയന്ത്രണം. അപ്പം മണ്ണിനൊരു ആവരണം കൊടുക്കുമ്പോൾ കളകൾ മുളച്ച് പൊന്തുന്നത് ഒരു പരിധിവരെ തടയാൻ സാധിക്കും. അത് ഏകദേശം പല പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് 70% കള നിയന്ത്രണം ചില ആവരണ വിളകൾ കാരണം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മണ്ണിൻ്റെ താപനില ക്രമീകരിക്കും. അപ്പോൾ അതായത് സൂര്യതാപം നേരിട്ട് മണ്ണിനെ ഏൽക്കുന്നതിനെയും അതുപോലെ മഴത്തുള്ളികളുടെ ആഘാതം നേരിട്ട് മണ്ണിൽ ഏൽക്കുന്നതിനെയും തടയുന്നു. അപ്പോൾ സ്വാഭാവികമായും മണ്ണൊലിപ്പ് തടയാൻ സാധിക്കും. പിന്നെ നമുക്ക് മണ്ണിലുള്ള സൂക്ഷ്മജീവികളുടെ ഒരു വളർച്ച മെച്ചപ്പെടുത്താൻ, അതായത് ചെടികൾക്കോ അല്ലെങ്കിൽ വിളകൾക്ക് പ്രയോജനമുള്ള മണ്ണിലെ സൂക്ഷ്മജീവികൾ, അത് മിത്രജീവികളായ മണ്ണിര ഉൾപ്പെടെയുള്ള സൂക്ഷ്മജീവികളുടെ വളർച്ചയും അളവും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ ഈ ആവരണ വിളകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വിളകളാണ് പ്രധാനമായിട്ട് നമ്മൾ എടുക്കുന്നത്? ആവരണ വിളകൾ പ്രധാനമായിട്ട് കേരളത്തിൻ്റെ ഒരു കാലാവസ്ഥയ്ക്കും മണ്ണിനും അനുയോജ്യമായ ചില വിളകൾ നമുക്ക് പറയാൻ പറ്റുന്നത് തോട്ടപ്പയർ, അതായത് നമുക്ക് പ്യൂറേറിയ ഫാസിയോളോയിഡസ് എന്ന് പറയും. അതുപോലെ സെൻട്രോസിമ പ്യൂബസെൻസ് കാട്ടുപയർ, മ്യൂക്കൂണ ബ്രാക്ടിയേറ്റ്, അതും തോട്ടപ്പയർ എന്ന് തന്നെയാണ് മലയാളത്തിൽ പറയുന്നത്. പിന്നെ നമുക്ക് കലപ്പോഗോണിയം, കലപ്പോ എന്ന് ബൊട്ടാനിക്കൽ നെയിം പറയുന്ന. അപ്പോൾ ഇത്തരം വിളകളാണ്. ഇത് കൂടാതെ നമുക്ക് നമ്മുടെ പയറുണ്ടല്ലോ, വൻപയർ, പടർന്ന് പോകുന്ന വൻപയറായാലും, ഒറ്റപ്പയർ പൊതുവെ ആവരണ വിളയായിട്ട് പറയാറില്ല, പച്ചില വിളയായിട്ട് പറയാറുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ പ്രത്യേകിച്ച് റബ്ബർ പോലെയുള്ള പ്ലാന്റേഷൻ കൃഷിയിലൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കർഷകർ ഉപയോഗിക്കുന്നുണ്ട്. നല്ല രീതിയിൽ അവർക്ക് റബ്ബർ പോലെയുള്ള പ്ലാന്റേഷൻ വിളകളുടെ വളർച്ച മെച്ചപ്പെടുത്താനും കൂടുതൽ മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത മെച്ചപ്പെടുത്താനും ഒക്കെ സഹായിക്കുന്നു. അപ്പോൾ ഈ ആവരണ വിളകൾ മാഡം സൂചിപ്പിച്ച് ഇതിലൊരു പ്രധാന ഇവരുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കള നിയന്ത്രണമാണ്. കളകൾ വരുത്തില്ല അതിനുമേളിൽ ഈ പയറുവർഗ വിളകൾ കാണുമ്പോൾ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു നടുന്ന സമയം നമ്മൾ എന്തെങ്കിലും ഒരു മാഡം റബ്ബർ തോട്ടത്തിനെ പറ്റി സൂചിപ്പിച്ചതേമാതിരി നമ്മുടെ തെങ്ങും തോപ്പുകളുണ്ട്, അല്ലെങ്കിൽ മറ്റ് ദീർഘ സമയമുള്ള വിളകളുണ്ടല്ലോ. അപ്പോൾ അവിടെയൊക്കെ ഈ ആവരണ വിളകൾ നടുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് നടണോ, അതോ മെയിൻ ക്രോപ്പ് നട്ട് കഴിഞ്ഞിട്ടാണോ ഈ ആവരണ വിളകൾ നമ്മൾ നടാറുള്ളത്? ഇപ്പോൾ റബ്ബർ പോലെയുള്ള വിളകളിൽ പറയുന്നത്, കാരണം ഇതൊരു കോമ്പറ്റീഷൻ ഉണ്ടാക്കാൻ പാടില്ല, മെയിൻ വിളയുമായിട്ടൊരു കോമ്പറ്റീഷൻ ഉണ്ടാക്കാൻ പാടില്ലാത്തത് കൊണ്ട് തന്നെ ഒരു 3-4 വർഷം കഴിഞ്ഞതിന് ശേഷം, റബ്ബർ ഒന്ന് മെച്ചപ്പെട്ട് വന്നതിന് ശേഷം പിടിച്ചു കഴിഞ്ഞ്, പ്രത്യേകിച്ച് അതിൻ്റെ തടങ്ങളിൽ, അതൊരു 2 മീറ്റർ വിസ്തീർണത്തിൽ നടരുത്. അതിന് പുറത്ത് നമുക്ക് 3-4 വർഷത്തിനുള്ളിൽ നടാൻ സാധിക്കും. ഇത് നടുന്ന സമയം എന്ന വിത്തുകളാണ് കൂടുതൽ ഇടുന്നത്. ചില വിളകളിൽ നമുക്ക് തണ്ടുകളും നടാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ വിത്തിടുന്ന, പ്രത്യേകിച്ചും നമ്മുടെ വേനൽ
കഴിഞ്ഞിട്ടുള്ള വേനൽ മഴ വരുന്ന സമയത്ത്, അതായത് ഇടവപ്പാതിക്ക് മുന്നേ ആയിട്ട് വേനൽ മഴ സമയത്ത് നട്ട് കഴിഞ്ഞാൽ ആ മഴയിൽ ഇത് നന്നായിട്ട് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും പിന്നെ നമ്മുടെ മെയിൻ വിളയ്ക്ക് അത് വളരെയധികം പ്രയോജനം ചെയ്യുകയും ചെയ്യുന്നു. പിന്നെ മേഡം സൂചിപ്പിച്ചായിരുന്നു ഈ മണ്ണൊലിപ്പ്, ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. നമ്മുടെ മേളത്തെ മണ്ണാണല്ലോ ഏറ്റവും അധികം ഫെർട്ടിലിറ്റി ഉള്ളത്. അത് ഒലിച്ചു പോയാൽ തന്നെ കർഷകർക്ക് ഒരു ഭയങ്കരം ഒരു ലോസ് തന്നെയാണ്. അപ്പോൾ ഇത് ഈ ആവരണ വിളകൾ നല്ലപോലെ തന്നെ ഈ മണ്ണൊലിപ്പ് തടയാൻ വേണ്ടി സഹായിക്കുന്നുണ്ടല്ലേ? അതെ, തീർച്ചയായിട്ടും. കാരണം ആവരണ വിളകളുടെ ഒരു പ്രത്യേകത അവരുടെ വേരുകൾ കുറച്ചുകൂടെ ആഴത്തിലേക്ക് പോകുന്നു. അപ്പം നമ്മൾ കട്ടിയുള്ള മണ്ണിനെ കുറച്ച് ലൂസാക്കി കൊണ്ട് തന്നെ വേരുകൾ നല്ല രീതിയിൽ അവിടെ എസ്റ്റാബ്ലിഷ് ആവും. അപ്പോൾ തന്നെ ആഴത്തിൽ നിന്നുള്ള ജലവും അതുപോലെ വളങ്ങളും വലിച്ചെടുത്ത് മെയിൻ വിളയ്ക്ക് കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ മണ്ണൊലിപ്പ് വളരെയധികം തടയുന്നു. കാരണം ഇപ്പോൾ റബ്ബർ പോലെയുള്ള വിളകളെല്ലാം നമ്മൾ തട്ടായി തിരിച്ചുള്ള ഭൂപ്രകൃതിയിലാണല്ലോ നടുന്നത്. അപ്പോൾ അവിടെ കുറച്ച് സ്ലോപ്പി ഏരിയകളാണ്. അപ്പോൾ അവിടെ ഈ ആവരണ വിളകൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യാൻ സാധിക്കും. പിന്നെ ഈ പച്ചില വളങ്ങൾ എന്ന് പറയുമ്പം ഇത് രണ്ടും ഒന്ന് ഇന്റർമിക്സ് തന്നെയാണ്. ആവരണ വിളയും എനിക്ക് തോന്നുന്നു വളർന്നു കഴിഞ്ഞാൽ നമുക്കത് പച്ചില വളം മാതിരി തന്നെ അങ്ങ് മാറുമായിരിക്കും. അതെ, തീർച്ചയായിട്ടും. കാരണം രണ്ടും ഗ്രൂപ്പും രണ്ട് വിഭാഗവും പയറുവർഗ്ഗ ചെടികളാണ്. അപ്പം അതുകൊണ്ട് തന്നെ രണ്ടും നമുക്ക് മണ്ണിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പച്ചില വിള ചെടികൾ എന്ന് പറയുമ്പോൾ അതിനൊരു കാലഘട്ടം നമ്മൾ പറയുന്നത് 1.5 മുതൽ 2 മാസത്തിനുള്ളിൽ, അതായത് ഒരു 50% പുഷ്പിക്കുന്ന അവസ്ഥയിലാണ് നമുക്ക് അത് മണ്ണിൽ ചേർത്ത് കൊടുക്കേണ്ടത്. ആ ഒരു സമയത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ആ സമയത്താണ് നൈട്രജൻ എന്ന മൂലകം ഈ പച്ചില വളച്ചെടികളിൽ ഏറ്റവും അധികമായി നിൽക്കുന്ന ഒരു സാഹചര്യം. അത് കഴിയുമ്പോൾ ഒരു നാര് ഫോം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും. ഡികമ്പോസ് ആവാൻ അപ്പോൾ കാർബൺ നൈട്രജൻ റേഷ്യോ അനുപാതം എല്ലാം അതിൽ കൂടുതലായിരിക്കും. അപ്പം ഈ ഒരു 50% പുഷ്പിക്കൽ സ്റ്റേജിൽ നമ്മൾ മണ്ണിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത് വളരെയധികം മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത മെച്ചപ്പെടുത്തും. നൈട്രജൻ മാത്രമല്ല മറ്റു മൂലകങ്ങൾ ഈ വിളയിൽ നിന്നൊക്കെ മണ്ണിലേക്ക് ഇറങ്ങുന്ന മറ്റു മൂലകങ്ങളും നൈട്രജനാണ് അതിൽ പ്രധാനം. അപ്പോൾ ഈ പച്ചില വളങ്ങൾക്ക് വേണ്ടി പയറുവർഗ്ഗ വിളകൾ മാത്രമാണോ നമ്മൾ യൂസ് ചെയ്യുന്നത്, അതോ മറ്റേ വിളകളും യൂസ് ചെയ്യാറുണ്ടോ? കൂടുതലും നമുക്ക് പയറുവർഗ്ഗ വിളച്ചെടികളാണ്. അതായത് ഇതിൽ പയറുവർഗ്ഗ വിളകളിൽ തന്നെ നമുക്ക് 2 രീതിയിൽ നടാൻ സാധിക്കും. ഒന്ന് എന്ന് പറയുന്നത് നമുക്ക് കൃഷിയിടത്തിൽ തന്നെ, തെങ്ങിൻ തടത്തിലാണെങ്കിൽ തെങ്ങിൻ തടത്തിൽ, വാഴത്തടത്തിലാണെങ്കിലും ഒക്കെ നമുക്ക് കൃഷിയിടത്തിൽ തന്നെ വിത്ത് വിതച്ച് അതൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 50% പുഷ്പിക്കുന്ന സമയമാകുമ്പോൾ ഉഴുതു ചേർക്കാം. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് നമ്മുടെ കൃഷിയിടത്തിൽ നിന്ന് മാറി അതിരുകളിലോ അല്ലെങ്കിൽ വരമ്പുകളിലോ അല്ലെ ജൈവ വേലികളായിട്ടോ ഒക്കെ വളർത്തി ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ഇളം തണ്ടുകളും ഇലകളും ഒക്കെ നമ്മുടെ കൃഷിയിടത്തിലേക്ക് കൊണ്ടുവന്ന് മണ്ണിൽ ഉഴുത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ പയറുവർഗ്ഗ വിളകളുള്ള അതിൻ്റെ ഒരു മെച്ചം, പയറുവർഗ്ഗ വിളകളുടെ ഒരു മെച്ചം നമുക്കറിയാമല്ലോ, ആ ഒരു മെച്ചം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് പയറുവർഗ്ഗ വിളച്ചെടികളാണ്. അതെ അതെ. അപ്പം ഈ പയറുവർഗ്ഗ വിളകൾ ചെടികളായതുകൊണ്ട് തന്നെ അതിലുള്ള വേരുകളിലുള്ള ചെറിയ മുഴകളിൽ നോഡ്യൂൾസ് എന്ന് പറയും, അതിൽ റൈസോബിയം എന്ന ബാക്ടീരിയയുടെ സാന്നിധ്യം കൊണ്ട് ആ റൈസോബിയം അന്തരീക്ഷത്തിൽ നിന്ന് നൈട്രജനെ വലിച്ചെടുത്ത് ചെടികൾക്ക് ആവശ്യമുള്ളത് അമോണിയ രൂപത്തിലാണ്. അപ്പോൾ ചെടികൾക്ക് എന്തിട്ട് കൊടുത്താൽ അത് അമോണിയ രൂപത്തിലാണ് അത് എടുക്കുന്നത്. അപ്പോൾ ആ രൂപത്തിലേക്ക് അത് മാറ്റി പരിവർത്തനം നടത്തി ചെടികൾക്ക് ആവശ്യമുള്ള രീതിയിൽ അത് പ്രയോജനപ്പെടുത്തി കൊടുക്കും. പിന്നെ ഇത് മണ്ണിലേക്ക് നമ്മൾ ഇതിൻ്റെ കാലഘട്ടം കഴിഞ്ഞ് മണ്ണിൽ ഉഴുതു ചേർക്കുമ്പോഴും ആ മണ്ണിൽ ഈ മൂലകങ്ങളെല്ലാം മണ്ണിലേക്ക് ചേരും. ജൈവാംശം വർദ്ധിക്കുന്നു. ഏകദേശം ഒരു 0.3 മുതൽ 0.5 വരെയൊക്കെ ജൈവാംശം വർദ്ധിക്കുന്നതായിട്ട് പഠനങ്ങളിൽ കാണിക്കുന്നു. മണ്ണിന്റെ ഒരു ഫിസിക്കൽ സ്ട്രക്ചർ, അതെ, അത് മണ്ണിന്റെ ഒരു ഭൗതിക ഘടന എന്ന് പറയുമ്പോൾ നമുക്കതിൽ പ്രധാനമായിട്ടും മണ്ണിന്റെ എയറേഷൻ, അതായത് വായുസഞ്ചാരം, അതുപോലെ മണ്ണിന്റെ ജല ആഗിരണ ശേഷി മെച്ചപ്പെടുത്തുന്നു. അതുപോലെ മണ്ണിന്റെ ഒരു പോറോസിറ്റി പോലെയുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ മെച്ചപ്പെടുത്താൻ ഇത് സഹായിക്കും. പിന്നെ നമ്മൾ പയറുവർഗ്ഗ വിളകൾ നമ്മൾ പ്രധാന വിളയായിട്ട് നടുമ്പം റൈസോബിയം കൾച്ചറിലൊക്കെ ട്രീറ്റ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മളത് നടുന്നത്. പക്ഷേ പച്ചില വളത്തിന് വേണ്ടി നടുമ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നു. പച്ചില വിള ചെടികൾ പ്രധാന റൈസോബിയം ട്രീറ്റ്മെന്റ് കൊടുക്കാറില്ല. പക്ഷേ അതിനൊരു ഇപ്പം പച്ചില വിള ചെടികൾക്കൊക്കെ ഒരു കുറച്ചു നേരം വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് നട്ടാൽ മാത്രമാണ് അതിൻ്റെ ഒരു ജെർമിനേഷൻ, മുളയ്ക്കൽ കൂടുതൽ ഫലവത്താകുന്നത്. പക്ഷെ ആവരണ വിളകളുടെ വിത്തുകൾക്ക് മിക്കതിനും ഒരു ഹാർഡ് സീഡ് കോട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ ചില തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ, അതായത് ചിലപ്പോൾ നമുക്ക് ആസിഡ് ട്രീറ്റ്മെൻറ്റ്, കാരണം മുള വർദ്ധിപ്പിക്കാനായിട്ട്, കാരണം വെറുതെ നമ്മൾ വിതയ്ക്കുന്നതിനേക്കാളും ആ മുള എൻഷുർ ചെയ്ത് വിതയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഒരു ആസിഡ് ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒന്ന് മണലുമായിട്ട് ചേർന്നൊന്ന് ഉരച്ചതിന് ശേഷം വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് നടുന്നതും അതൊക്കെയാണ് ഫലവത്താവുന്നത്. കാരണം
അതിൻ്റെ ഒരു ഹാർഡ് സീഡ് കോട്ട് കാരണം. അപ്പോൾ പൊതുവേ നമ്മൾ വെള്ളത്തിൽ മുക്കി വെച്ച് നട്ടാൽ തന്നെ അതിൻ്റെ ഒരു ഗുണം കിട്ടുന്നതായിരിക്കും. അതെ, കാരണം ഇതിൻ്റെ എല്ലാം സസ്യത്തിനുള്ളിൽ തന്നെ നൈട്രജൻ്റെ അളവ് കൂടുതലാണ്. അപ്പോൾ പൊതുവേ നമ്മൾ പറയുകയാണെങ്കിൽ 2.5 മുതൽ 3.5% വരെ ഇപ്പോൾ ചണമ്പ് പോലെയുള്ള പച്ചിലവളങ്ങൾക്കെല്ലാം അത്രയും നൈട്രജൻ തന്നെ അതിൻ്റെ സസ്യഭാഗത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അത് മണ്ണിലേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെതായ ഒരു മെച്ചം കിട്ടും മണ്ണിന്. മേഡം, പഠനങ്ങൾ എന്തുവാണ് സൂചിപ്പിക്കുന്നത്? മേഡം ഇപ്പം കുറച്ച് മുന്നേ പറഞ്ഞായിരുന്നു നമ്മുടെ ഈ 70% വരെ കളർ നിയന്ത്രണത്തിന് വേണ്ടി നമ്മുടെ ആവരണ വിളകൾ സഹായിക്കുന്നു. അതേമാതിരി ഈ പച്ചില വളങ്ങളില്ലേ, അത് എത്ര നൈട്രോജൻ വരെ കൊടുക്കുന്നുണ്ട്? അത് പച്ചില വളങ്ങളുടെ പല പഠനങ്ങളും കേരള കാർഷിക സർവകലാശാലയിൽ നടന്നിട്ടുണ്ട്. അപ്പം അതെല്ലാം സൂചിപ്പിക്കുന്നത് ഒരു 70 മുതൽ 100 കിലോ നൈട്രജൻ വരെ നമുക്ക് ഈ പച്ചിലവള ചെടികളിൽ നിന്ന് ലഭ്യമാണ്. അപ്പം പല ഇനങ്ങളുണ്ടല്ലോ നമുക്ക് പച്ചിലവളങ്ങളിൽ തന്നെ. ഇപ്പോൾ ചണമ്പുണ്ട്, ഡേഞ്ചയുണ്ട്, നമ്മുടെ കുറ്റിപ്പയർ അല്ലെങ്കിൽ വൻപയറുണ്ട്, അങ്ങനെ പല പച്ചിലവള ചെടികളുണ്ട്. അത് അപ്പോൾ പലതിലും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. എങ്കിലും ഒരു 70 മുതൽ 100 കിലോ വരെ നൈട്രജൻ ഒരു ഹെക്ടറിലേക്ക് മണ്ണിലേക്ക് കൊടുക്കാനായിട്ട് ഈ പച്ചിലവള ചെടികൾക്ക് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ നെല്ലിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ 3-ാം വിളയായിട്ട് 2 വിള നെല്ലും 3-ാം വിളയായിട്ട് നമുക്കൊരു ഡേഞ്ചർ നടുകയാണെങ്കിൽ അടുത്ത 1-ാം വിളയിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു 50% നൈട്രജൻ കുറച്ച് കൊടുക്കാൻ എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വിത്ത് ലഭ്യമാണോ? ഡാൻച അല്ലെങ്കിൽ ചണമ്പ്, ഇതൊക്കെ വിത്തുകളുടെ ഒരു ലഭ്യത കുറവ് നമുക്കൊരു കർഷകർ നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ പക്ഷേ ഇപ്പോൾ കരമന നമ്മുടെ സംയോജിത വിള പരിപാലന കേന്ദ്രം, അതിൽ IFSRS എന്ന് പറയും, ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം റിസർച്ച് സ്റ്റേഷൻ. അപ്പോൾ അവിടെ നമുക്ക് ഇതിൻ്റെ വിത്തുകൾ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ തമിഴ്നാട് കാർഷിക സർവകലാശാലയുടെ കോയമ്പത്തൂർ ക്യാമ്പസിൽ അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിലും ഡേഞ്ച പോലെയുള്ള വിത്തുകൾ അവൈലബിൾ ആണ്. പിന്നെ നമ്മളോട് ആവശ്യപ്പെട്ടാൽ നമ്മളൊരു അത് കോണ്ടാക്ട്സ് വഴി വരുത്തി കൊടുക്കാനും നമുക്ക് താല്പര്യമാണ്. അപ്പോൾ എന്താണെങ്കിലും ഇതൊരു പച്ചില വളങ്ങൾ എന്ന് പറയുമ്പം നമ്മുടെ മണ്ണിൻ്റെ ഫലപുഷ്ടത എല്ലാ തരത്തിലും അത് നല്ലതാക്കുന്നു. അപ്പോൾ കർഷകർ ഇത് അവലംബിക്കുന്നുണ്ടോ? ഇങ്ങനെ ചെയ്യുന്നുണ്ടോ? കർഷകർ അവലംബിക്കുന്നതിനുള്ളൊരു പ്രധാന തടസ്സം വിത്തിൻ്റെ ലഭ്യതക്കുറവ് അവർ പറയാറുണ്ട്. രണ്ടാമത് നമ്മൾ ഒരു സീസൺ ഇതിനു വേണ്ടി മാറ്റിയിടാനുള്ള ഭൂമിയുടെ ഒരു ആവശ്യകത വരും. അപ്പോൾ അത് അവർക്കൊരു നഷ്ടമായിട്ട്, കാരണം പിന്നെ അതിൽ നിന്നൊരു വിളവ് ലഭിക്കുന്നില്ല. ഇത് മണ്ണിലേക്ക് നമ്മൾ ഉഴുത് ചേർക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ കർഷകർ അത് തീർച്ചയായിട്ടും അത്, കാരണം നമ്മളൊരു സംയോജിത വിളകളുടെ സംയോജിത വിള പരിക്രമത്തിലൊക്കെ ഇതൊരു പ്രധാന പങ്ക് വഹിക്കാവുന്നതാണ്. അപ്പം അതിൻ്റെ ഒരു പ്രാധാന്യം കർഷകർ മനസ്സിലാക്കിക്കൊണ്ട് ഇത് ഉൾപ്പെടുത്തണമെന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം ഈ മണ്ണിൻ്റെ ഫലഭൂഷ്ഠതയും ലോങ് ടേം ആയിട്ടുള്ള ദീർഘകാല അടിസ്ഥാനത്തിൽ മണ്ണിന് ഉണ്ടാവുന്ന മാറ്റങ്ങൾ, മണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നത്, മണ്ണിൻ്റെ ഘടന മെച്ചപ്പെടുത്തുന്നത്, ഇതെല്ലാം വളരെയധികം പ്രയോജനമാണ്. അപ്പോൾ അത് മനസ്സിലാക്കി കർഷകരത് അവരുടെ വിളചംക്രമണത്തിൽ അത് ഉൾപ്പെടുത്തണം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഇത് ഒരു 50% പുഷ്പിക്കുമ്പോൾ അത് ഉഴുത് ചേർക്കണം. ലേറ്റ് ആവരുത്. ലേറ്റ് ആയി കഴിഞ്ഞാൽ നാരിൻ്റെ അംശം കൂടുകയും നൈട്രജൻ്റെ അളവ് കുറയുകയും ചെയ്യും. അത് പിന്നെ ഡീകമ്പോസ് ആകാനും മണ്ണിൽ അതിൽ ലയിച്ച് ചേരാനും കാലതാമസം എടുക്കും. ആ കറക്റ്റ് സമയത്ത് നമ്മൾ ഉഴുത് ചേർക്കുകയാണെങ്കിൽ 2-3 ആഴ്ചയിൽ തന്നെ ഇത് മണ്ണിൽ നന്നായിട്ട് അഴുകി ചേരുകയും ഇതിലുള്ള മൂലകങ്ങൾ മണ്ണിലേക്ക് ചേരുകയും ചെയ്യും. ഇതൊരു അധികം മുതൽ മുടക്കുള്ള കാര്യമല്ല, പക്ഷേ നമുക്ക് നല്ല ലാഭം കിട്ടുന്ന ഒരു കാര്യമാണ്. കർഷകർക്ക് അറിയാം ഈ കാര്യം, പക്ഷെ ചില വെല്ലുവിളികൾ ഉണ്ട്. ഇതിൽ നമുക്ക് ഒരു അളവ് പറയാനായിട്ടാണെങ്കിൽ ഇപ്പോൾ ഒരു സാധാരണ പൊതുവെ പറയുന്നത് ഒരു സെന്റിലേക്ക് 10 സെന്റിലേക്ക് 1 കിലോ ആണ് ഇതിൻ്റെ ഒരു വിത്ത് ആവശ്യമുള്ളത്. 10 സെന്റിലേക്ക് 1 കിലോ വിത്താണ്. ഇപ്പോൾ ഡേഞ്ച പോലെയൊക്കെ ആണെങ്കിൽ 1 കിലോ വിത്തിന് 150 രൂപയാണ് ആവശ്യം, അതിൻ്റെ ഒരു ചെലവ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെലവ് വളരെ കുറവാണ്, കർഷകർക്ക് വളരെയധികം പ്രയോജനപ്പെടുത്താവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ തെങ്ങിൻ്റെ തടത്തിലൊക്കെ തെങ്ങിൻ്റെ വേരൊത്തിരി കാണുമല്ലോ, പക്ഷെ അവിടെയും ഇത് ചെയ്യാൻ പറ്റുമല്ലേ? അതെ, തീർച്ചയായിട്ടും തെങ്ങിൻ തടത്തിലാണെങ്കിൽ നമുക്കൊരു 100 മുതൽ 125 ഗ്രാം വിത്താണ് തടങ്ങളിൽ ഇടുന്നത്, എപ്പോഴും പ്രയോജനകരം. അത് നമുക്ക് ഇപ്പോൾ പച്ചില നമ്മുടെ വേലികളിലൊക്കെ വളർത്തുന്ന ശീമക്കൊന്നയൊക്കെ ആണെങ്കിൽ അത് പറിച്ചു കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു 70 കിലോ പച്ചില വളങ്ങൾ നമുക്ക് തെങ്ങിൻ തടത്തിൽ ചേർത്ത് കൊടുക്കും. ഡോക്ടർ സുഷ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ സാധിച്ച് വളരെ നന്ദി. നന്ദി, നമസ്കാരം.